അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. 117 മുതൽക്ക് സൂറത്തു തൗബ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസ്വാരി അല്ലദീന തബഊഹു ഫീ സാഅത്തിൽ ഉസ്റ. والأنصار الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنه بهم رؤوف رحيم. ലഖദ് താബല്ലാഹു, ലഖദ് താബല്ലാഹു കൂട്ടിയോതുമ്പോൾ ലഖദ് താബല്ലാഹു. ലാമിൻ്റെ മുകളിലും ഒരു ശബ്ദമുണ്ട്, അത് വലാ നസീരിൽ ലഖദ്, അങ്ങനെ കൂട്ടിയോതാണെങ്കിൽ ഉള്ളതാണ്. ലഖദ് താബല്ലാഹു, നിശ്ചയം അള്ളാഹു തൗബ സ്വീകരിച്ചിരിക്കുന്നു, പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു. അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ, വൽ മുഹാജിറൂന, മുഹാജിറുകളുടെ മേലും, വൽ അൻസ്വാർ, അൻസാറികളുടെ മേലും. അല്ലദീന, അവർ, ഇത്തബഊഹു, അദ്ദേഹത്തെ പിൻപറ്റിയവരാണ്. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും അദ്ദേഹത്തെ പിന്തുടർന്നവരാണവർ. ഫീ സാഅത്തിൽ ഉസ്റ, ക്ലേശകരമായ പ്രയാസകരമായ സമയത്ത്. മിൻ ബഅദി, ശേഷം. മിൻ ബഅദി മാ കാദ യസീഗു, പിഴക്കാറായതിനു ശേഷം. ഖുലൂബു ഫരീഖ് മിൻഹും, അവരിലെ ഒരു വിഭാഗത്തിൻ്റെ ഹൃദയങ്ങൾ. സുമ്മ താബ അലൈഹിം, പിന്നെ അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു, പശ്ചാത്താപം സ്വീകരിച്ചു. ഇന്നഹു ബിഹിം, അവരെ സംബന്ധിച്ചിടത്തോളം റഊഫുൻ, കൃപയുള്ളവനാണ്, ഏറെ കൃപയുള്ളവനാണ്. റഹീം, ഏറെ കരുണയുള്ളവനുമാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. ലഖദ് താബല്ലാഹു, ലഖദ് രണ്ടും തഅ്കീദിനെ, ഉറപ്പിച്ച് പറയുന്നതിനെ സൂചിപ്പിക്കുന്ന അവ്യയങ്ങളാണ്. ല എന്നും ഖദ് എന്നും. രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ പിന്നെ പറയണ്ടല്ലോ. നമ്മൾ പറയാറുണ്ടല്ലോ ഭാഷയിൽ, നമ്മുടെ ഭാഷ ഉറപ്പിച്ചും തറപ്പിച്ചും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ളതിനുള്ളൊരു പ്രയോഗമാണ് ലഖദ്. താബല്ലാഹു, താബ, താബന്ന മടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, താബ ഇല എന്നൊരു പ്രയോഗമുണ്ടാകും, താബ അല എന്നൊരു പ്രയോഗം ഉണ്ടാകും. താബ ഇല, ഇവിടെ താബ അല എന്നാണ്. താബല്ലാഹു അല. താബ ഇല എന്നാൽ അള്ളാഹുവിലേക്ക്. താബല്ലാഹു ഇലൽ, താബൽ അബ്ദു ഇലല്ലാഹ്, അടിമ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു. അപ്പോൾ ആ പശ്ചാത്താപം അള്ളാഹ് സ്വീകരിച്ചാൽ അതിന് അള്ളാഹ് പറയും താബ അല അബ്ദിഹി, അള്ളാഹു അവൻ്റെ അടിമയുടെ പശ്ചാത്താപം സ്വീകരിച്ചു എന്നാവും. അപ്പോൾ താബ ഇല എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ അള്ളാഹുവിനോട് തൗബയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതാണ്. താബ അല എന്ന് പറഞ്ഞാൽ അള്ളാഹു താല മനുഷ്യന്മാരുടെ തൗബ സ്വീകരിച്ചു എന്നാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം താബല്ലാഹു അലൻ നബിയ്യി, അള്ളാഹു നബിയുടെ തൗബ സ്വീകരിച്ചു. വൽ മുഹാജിരീന, മുഹാജിറുകളുടെയും, മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹിജ്റ പോയവർ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോയവർ. വൽ അൻസാർ, അൻസാറുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹായിച്ചവർ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയവരെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്തവരാണ് അൻസാറുകൾ. അല്ലദീന തബഊഹു, അവർ അദ്ദേഹത്തെ പിന്തുടർന്നിട്ടുണ്ട്. മുഹാജിറുകളിലും അൻസാരികളിലും പെട്ട ആൾക്കാരുണ്ട്. അദ്ദേഹത്തെ പിന്തുടർന്നു. ഫീ സാഅത്തിൽ ഉസ്റ, സാഅത്തിൽ ഉസ്റ, പ്രയാസത്തിൻ്റെ സന്ദർഭത്തിൽ. സാഅത്ത് പറഞ്ഞാൽ വാച്ച് എന്നർത്ഥമുണ്ട്, അസ്സാ എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ എന്നർത്ഥമുണ്ട്, സമയം എന്നർത്ഥമുണ്ട്. ഇവിടെ സമയം. ഫീ സാഅത്തിൽ ഉസ്റ, ഉസ്റത്തിൻ്റെ, ക്ലേശത്തിൻ്റെ, പ്രയാസത്തിൻ്റെ സമയത്ത്. മിൻ ബഅദി മാ കാദ യസീഗു, കാദ യസീഗു, കാദ എന്നുള്ളൊരു ക്രിയയുമായി ചേർന്ന് വരുമ്പോൾ ആകാറായി എന്നാകും. അപ്പോൾ അതിൻ്റെ അർത്ഥം മിൻ ബഅദി, ശേഷം, മാ കാദ യസീഗു, പിഴക്കാറായതിനു ശേഷം, വക്രീകരിക്കാനായതിനു ശേഷം. സാഗ യസീഗു എന്നുള്ള വാക്ക് നമ്മൾ സൂറത്തു
ആൽ ഇംറാൻ പഠിച്ചപ്പോൾ അതിൽ 8ാമത്തെ ആയത്തിൽ പഠിച്ചതാണ് റബ്ബന ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ മനസ്സുകളെ പഴപ്പിക്കല്ലേ അല്ലാ, വക്രതയിലേക്ക് പോകാതെ ഞങ്ങളെ കാക്കണേ അല്ലാ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ മിൻ ബഅദി മാ കാദ യസീഗു ഖുലൂബു ഫരീഖിൻ മിൻഹും, അവരിലെയൊക്കെ ഒരു വിഭാഗത്തിൻ്റെ ഹൃദയം പഴച്ചു പോകാറായതിനു ശേഷം, സുമ്മ താബ അലൈഹിം, പിന്നെ അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു. താബ അലൈഹിം ഉണ്ട്, താബ അലൈഹിം, അവരുടെ തൗബ പശ്ചാത്താപം അള്ളാഹ് സ്വീകരിച്ചു. താബ അല എന്നാണ്. ഇന്നഹു ബിഹിം, ഇന്നഹു തീർച്ചയായും അവൻ, ബിഹിം അവരെ സംബന്ധിച്ചിടത്തോളം, റഊഫ് ഏറെ കൃപയുള്ളവൻ, കൃപ അല്ലെങ്കിൽ വാത്സല്യമുള്ളവൻ, റഹീം ഏറെ കരുണയുള്ളവനും. നമുക്കറിയാമല്ലോ തബൂക്ക് യാത്രയെ സംബന്ധിച്ച് ഉള്ള ചരിത്രം ഏകദേശമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തബൂക്കിലേക്കുൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധ ആഹ്വാന പ്രകാരം സഹാബികളൊക്കെ യാത്രക്കൊരുങ്ങുമ്പോൾ കപടവിശ്വാസികൾ ഒരു പ്രചരണം നടത്തി. ഈ ജാതി ചൂടിൽ, ഈ ജാതി വരൾച്ചയിൽ, ഇത്രയും ദൂരത്തേക്ക് വിഭവങ്ങളൊട്ടുമില്ലാതെ, വാഹനങ്ങളില്ലാതെ, ആവശ്യത്തിന് ആയുധങ്ങളില്ലാതെ ഒരുമ്പെട്ട് പോകുക എന്നുള്ളത് മഹാവിഡ്ഢിത്തമാണ്, മഹാവിഡ്ഢിത്തമാണ്. എന്താണ് ഈ മുഹമ്മദ് ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നിത്യാദി പ്രചരണങ്ങൾ അവരഴിച്ചു വിട്ടു. അത് ചില ദുർബല വിശ്വാസികളെ ബാധിച്ചിട്ടുണ്ട്. ശരി തന്നെയല്ലേ പറഞ്ഞത്? എന്തൊരു ചൂടാണ്, 100-700 കിലോമീറ്റർ പോകണം. വാഹനമുണ്ടോ? അതൊട്ട് ഇല്ലതാണ്. എന്നാൽ പണമുണ്ടോ? അതുമില്ല. ഭക്ഷണം ഉണ്ടോ? പോകുമ്പോൾ ഭക്ഷണം കൊണ്ടുപോകണം എത്ര ദൂരത്തേക്ക്, അതിനൊന്നും ഒരു നിവൃത്തിയില്ല. എന്ത് വിഡ്ഢിത്തമാണ് ഈ മുഹമ്മദ് നബി ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കണത്. അപ്പോൾ ഇങ്ങനെയൊരു പ്രചരണം മുനാഫിഖീങ്ങൾ അഴിച്ചു വിട്ടപ്പോൾ നിഷ്കളങ്കരായ കുറച്ച് സഹാബിമാരും അതിൽ കുടുങ്ങി. ശരിയല്ലേ പറഞ്ഞത്? കുറച്ച് അതിൽ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ഇനി നമ്മൾ മുറാറത്ത് ബിൻ റബീ, ഹിലാൽ ബിൻ ഉബയ്യ, കഅബ് ബിൻ മാലിക്, അത് നാളത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ നിഷ്കളങ്കരായി ഉഹദിലും ബദറിലും ഒക്കെ പങ്കെടുത്ത മഹാന്മാരായ ചില സഹാബികളും അടക്കം പെട്ടു. പക്ഷെ അവർക്ക് ആ തെറ്റ് ബോധ്യം വന്നപ്പോൾ, ഞങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അവർ അങ്ങേയറ്റം ഖേദിച്ചു. പെട്ടുപോയല്ലോ നമ്മൾ, ഈ മുനാഫിഖീങ്ങളുടെ കെണിയിൽ കുടുങ്ങിയില്ലേ. അവരേതായാലും നിഷേധികളാണ്. വല്ലാത്ത ഖേദം. അബൂ ലുബാബയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു. അദ്ദേഹം സ്വയം മദീന പള്ളിയുടെ തൂണിൽ ചെന്ന് സ്വയം കെട്ടിയിട്ടു, എൻ്റെ തൗബ ഞാൻ അല്ലാഹ് സ്വീകരിക്കണം, എന്നിട്ട് ഇന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കെട്ടഴിച്ചു വിടണം, എന്നാലേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്നാണ്. തറ തൗബ ചെയ്യും. അങ്ങനെ ദിവസങ്ങളോളം തളർന്ന് ബോധം കിട്ടും. അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വിട്ടുകൊടുക്കും. ഇനി വേറെ ഇൻഷാ അല്ലാഹ് വേറെ 3 മഹാന്മാരായ സഹാബികളുടെ ചരിത്രം അടുത്ത ആയത്തിൻ്റെ നമുക്ക് വിശദീകരിക്കാം. അപ്പം ഇങ്ങനെ തെറ്റ് പറ്റാത്തവരൊന്നുമല്ല മോമിനീങ്ങൾ, തെറ്റൊക്കെ പറ്റും. അത് സഹാബികൾക്കും പറ്റും. പിന്നെ നമ്മളെ കാര്യം പറയണോ? തെറ്റ് നമുക്കൊക്കെ പറ്റും, അതിന് ന്യായീകരിക്കലില്ല. തെറ്റ് തന്നെയാണ്, സമ്മതിക്കുക. വ്യക്തികളോടാണെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുക. അള്ളാഹുവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനോട് തൗബ ചോദിക്കുക, ഇസ്തിഗ്ഫാർ തേടുക. അതാണ് ലഖദ് താബല്ലാഹു അല നബി, നബിയുടെ തൗബ അല്ലാഹ് സ്വീകരിച്ചു എന്ന്. നബി എന്ത് തെറ്റ് ചെയ്തത്? മഅസൂമല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, തെറ്റ് പറ്റാത്തവൻ. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് 43-ാമത്തെ ആയത്തിൽ അഫല്ലാഹു അൻക ലിമാ അദിൻത ലഹു ഹത്താ യതബയ്യന ലക്കല്ലദീന സദഖു വതഅലമൽ കാദിബീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് തബൂക്ക് യുദ്ധത്തിന് പോരാതിരിക്കാൻ നേരത്തെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലവിധ ന്യായങ്ങൾ നിരത്തി സമ്മതം ചോദിച്ച ആൾക്കാരുണ്ട്. മുനാഫിഖീങ്ങൾ തന്നെ പല കാരണങ്ങളും പറഞ്ഞു കണ്ട് അവർ പോകാൻ കരുതിയിട്ട് തന്നെയില്ല. എന്നാലും റസൂലിൻ്റെ ഒരു സമ്മതം കൂട്ടത്തിൽ നിന്നോട്ടെ. അത് 43-ാമത്തെ ആയത്ത് പറയും. എന്തിനാ സമ്മതം കൊടുത്തത് എന്ന് അള്ളാഹ് ചോദിച്ചത്. അള്ളാഹ് താങ്കൾക്ക് മാപ്പ് തന്നിട്ടുണ്ട്. പ്രവാചകൻ മനുഷ്യനാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെട്ടാൽ ഇങ്ങനെ ചില വീഴ്ചകളൊക്കെ സംഭവിക്കും. അതുകൊണ്ടല്ല അബസവത്തവല്ല ഒരു വീഴ്ച പറ്റിയതാണല്ലോ. അപ്പോൾ അതുണ്ടാവും. അതാണ് അല്ലാഹു തആല അദ്ദേഹത്തെ സംബന്ധിച്ചത് പറഞ്ഞിട്ടുള്ളത് എന്നൊരു വിഭാഗം ആൾക്കാർ. അല്ല, അദ്ദേഹം വിശ്വാസികളിലെ ഒന്നാമനാണ്, വിശ്വാസികളുടെ നേതാവാണ്.
അതുകൊണ്ട് അദ്ദേഹത്തെ ആദ്യം എടുത്തു പറഞ്ഞതാണ്. അദ്ദേഹം തെറ്റ് ചെയ്തതൊന്നുമല്ല. വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളുടെ അടുത്ത് അബദ്ധം പറ്റിയപ്പോൾ അദ്ദേഹത്തെയും കൂട്ടത്തിൽ എടുത്തു പറഞ്ഞതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്ത് തൗബ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന അപ്പടി സ്വീകരിക്കുന്നവരാണ് പ്രവാചകന്മാരൊക്കെയും. അതാണ് ലഖദ് താബല്ലാഹു അലൻ നബി വൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകളും അൻസാറുകളുമായിട്ടുള്ളവരും, അവരിൽ ചില ആളുകളുടെ മനസ്സിലൊക്കെ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി. അവർ വല്ലാത്തൊരു വെപ്രാളത്തിലായി. ചിലവരൊക്കെ ആ കെണി കുടുങ്ങുകയും ചെയ്തു മുനാഫിഖീങ്ങളുടെ. അല്ലദീന തബഊഹു, അവരാ കെണിയിൽ ചിലവരൊക്കെ പെട്ടുപോയെങ്കിലും പിന്നെ പെട്ടെന്ന് തന്നെ ബോധം വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ തീരുമാനിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ട്. അതാണ് സാഅത്തുൽ ഉസ്റ. ഇത്തബഊഹു, അദ്ദേഹത്തെ പിന്തുടർന്നു. അദ്ദേഹത്തെ പിന്തുടരാൻ ഏത് തബൂക്ക് യുദ്ധയാത്രയിൽ. ഇന്ന് അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ പിന്തുടരണം. ഫി സാഅത്തിൽ ഉസ്റ. ഉസ്റ എന്ന എന്താ? പ്രയാസം. ഇന്നമഅൽ ഉസ്രി യുസ്റ. ഉസ്ർ പറഞ്ഞ ക്ലേശം, പ്രയാസം. വളരെ ക്ലേശമുള്ള സാഹചര്യമാണ്, സന്ദർഭമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കാരക്ക എത്ര ഉണ്ടാവും? അത് കീറിയിട്ട് രണ്ടാൾ തിന്നു. ഒരു കാരക്കൻ്റെ പട്ടിണി കിടന്നിട്ടേ, അതാണ് ഭക്ഷണം. ഒരു കാരക്ക നടുക പൊളിച്ചിട്ട് രണ്ടാൾ. കാരണം കാരക്ക ഈത്തപ്പഴം വിളവെടുക്കാനായിട്ടില്ല, ആകാൻ പോവുകയാണ്, അപ്പോഴാണ് വരും പോണത്. അപ്പോൾ കയ്യിൽ സൂക്ഷിച്ച് വെച്ച കാരക്കൻ്റെ ഒരു കീറ്. ചിലയിൽ എന്ത് ചെയ്തു സഹാബിമാർ? ഒരു കാരക്ക കടിച്ച് ചവച്ചിട്ട് തൊള്ളയിൽ നീരുണ്ടാക്കി കണ്ട് അത് മറ്റേയാൾക്ക് കൊടുക്കും. അയാൾ അത് തൊള്ളയിട്ട് ചവക്കും, പിന്നെ മറ്റേയാൾക്ക് കൊടുക്കും. ആലോചിച്ച് നോക്കി എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടായിരിക്കും. വായിൽ വെള്ളം വച്ചിട്ട് വിശന്നിട്ടും ഒരു കാരക്ക അങ്ങനെ 3-4 ആൾക്കാർ ചവക്കുക. യാത്രക്ക് നിവൃത്തിയില്ലെങ്കിലും ഒട്ടകത്തെ അറുത്തു അവർ, വിശന്നിട്ട് ദാഹിച്ചിട്ട്. ഒട്ടകം പോയാൽക്ക് പിന്നെ നടക്കണം. ഇങ്ങനെയൊക്കെ ഇതാണ് സാഅത്തുൽ ഉസ്റ. പ്രയാസകരമായ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ദൂതനെ പിൻപറ്റിയ മുഹാജിറുകളും അൻസാറുകളുമായ ആൾക്കാരുടെ തൗബയും അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തെറ്റ് പറ്റാത്തവരല്ല മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും. തെറ്റ് പറ്റിയാൽ അതിൽ ഖേദിക്കുന്നവരാണ്. മിൻ ബഅദി മാ കാദ യസീഗു, പിഴക്കാറായതിനു ശേഷം, അതായത് അത്രയും ഇങ്ങോട്ട് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് എന്നൊക്കെ തോന്നും. ഈ യാത്ര എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ തോന്നാനുള്ള സാധ്യത. നമ്മൾ അള്ളാഹിനോട് കാവലിനെ ചോദിക്കുക. ഇതൊക്കെ നമുക്കും വരാൻ പോകുന്ന സ്തുതിഗതികളാണ്. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനത്തെ ഒരു സാഹചര്യമാണല്ലോ നമ്മളിങ്ങനെ കാവലിനെ ചോദിക്കേണ്ട സാഹചര്യം. അപ്പോൾ മിൻ ബഅദി മാ കാദ യസീഗു ഖുലൂബു ഫരീഖ് മിൻഹും. ഖുലൂബ് നമുക്ക് അറിയണ വാക്കാം. ഫരീഖ് എന്ന ഒരു സംഘം, അവരിലെ ഒരു സംഘത്തിൻ്റെ ഹൃദയം വക്രമായി പോകാറായതിനു ശേഷം, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകാറായതിനു ശേഷം അള്ളാഹുവിൻ്റെ ദൂതനെ പിൻപറ്റിയവരുടെ തൗബ അള്ളാഹ് സ്വീകരിച്ചു. വീഴ്ച സംഭവിക്കാറായി, പറ്റ വീഴ്ചയിലേക്ക് അവർ പോയിട്ടില്ല. അതിനിടക്ക് തന്നെ അവർക്ക് കാര്യം ബോധ്യമായി. അവർ തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു വന്നു. സുമ്മ താബ അലൈഹിം, പിന്നെ അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു. ഇങ്ങനെയുള്ള പ്രയാസകരമായ സാഹചര്യങ്ങൾ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിൽ നിന്ന് മാറിപ്പോവുകയല്ല, സഹനത്തോടെ ക്ഷമയോടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്നാണ്. നമ്മളൊക്കെ അതിന് എത്രത്തോളം മാനസികമായി അല്ലെങ്കിൽ വിശ്വാസപരമായി ധൈര്യമുള്ളവരാണെന്ന് നമ്മളോടാണ് ചോദിക്കേണ്ടത്. നമുക്ക് സാധ്യമാകാത്ത പരീക്ഷണങ്ങൾ, അതാണല്ലോ സൂറത്ത് അൽ ബഖറയുടെ അവസാനത്തെ ആയത്തിൽ നമ്മൾ റബ്ബനാ ലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി, കഴിയാത്തത് ഞങ്ങളുടെ മേലിൽ ചുമത്തല്ല റബ്ബേ എന്നൊക്കെ ചോദിക്കണം. ശരി. സുമ്മ താബ അലൈഹിം ഇന്നഹു ബിഹിം റഊഫുർ റഹീം, അവൻ അവരോട് വളരെ വാത്സല്യമുള്ളവനാണ്, കരുണയുള്ളവനാണ്. വേഗം ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലഖദ് താബല്ലാഹു അലൻ നബി, അള്ളാഹു നബിയുടെ തൗബ സ്വീകരിച്ചു. വൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും. അല്ലദീന തബഊഹു ഫി സാഅത്തിൽ ഉസ്റ, അവർ അദ്ദേഹത്തെ പ്രയാസത്തിൻ്റെ സാഹചര്യത്തിൽ പിന്തുടർന്നവരാകുന്നു. മിൻ ബഅദി മാ കാദ യസീഗു ഖുലൂബു ഫരീഖ് മിൻഹും, അവരിലെ ഒരു വിഭാഗത്തിൻ്റെ ഹൃദയങ്ങൾ വക്രമായി പോകാറായതിനു ശേഷവും. സുമ്മ താബ അലൈഹിം, പിന്നെ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു.
ഇന്നഹു തീർച്ചയായും അവൻ ബിഹിം അവരോട് റഊഫുർ റഹീം ഏറെ കൃപയുള്ളവനും ഏറെ കരുണയുള്ളവനുമാകുന്നു. അല്ലാഹ് ഗുരുതരമായ കഠിനമായ പരീക്ഷണങ്ങൾക്ക് ഞങ്ങളെ വിധേയരാക്കല്ലേ രക്ഷിതാവേ. പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നിന്റെ കാവലും കാരുണ്യവും ഞങ്ങളിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണേ നാഥ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ